ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. ഫാദർ, ഗംഗാരേട്ടൻ വന്നിട്ടുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല. ഇന്നൊന്ന് സംസാരിക്കുമോ? സംസാരിക്കാം. എന്തു പറയും ഗംഗാധരനോട് ഞാൻ? ഫാദർ വെറുതെ സംസാരിച്ചാൽ മതി. കാര്യം താനേ പുറത്തു വരും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടത് ടീച്ചറാണ്. കുട്ടപ്പായി പണക്കാരനാവുന്നതിലുള്ള അസഹിഷ്ണുത, അതിന്മേൽ നടത്തിയ താരതമ്യം, കുട്ടപ്പായിയുടെ മുന്നിൽ അത് വെളിപ്പെട്ടത്, ഇതൊക്കെ ഗംഗാധരനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഇതിൽ ബേബി ടീച്ചറിനല്ലാതെ ആർക്കിടപെടാൻ കഴിയും? ഇങ്ങനെ കൈയൊഴിയല്ലേ ഫാദർ. എനിക്ക് പഴയ പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഗംഗാരേട്ടൻ മതി. അതൊരു വിചിത്രമായ വാദഗതിയാണല്ലോ, ഭർത്താവിന് സ്റ്റാൻഡേർഡ് വേണ്ട എന്നുള്ളത്. ഫാദർ, ഞാൻ എത്ര വട്ടം പറഞ്ഞു, വീട്ടിലെ അന്തരീക്ഷം ആകെ മാറി. ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. ടീച്ചർ പറയുന്നത് ഗംഗാധരന് മനസ്സിലായി, അതാണ് പ്രശ്നം. അയാളെ വല്ലാതെ നിരന്തരം ശല്യപ്പെടുത്തി കാണും. അയാളിൽ അപകർഷതയുണ്ടാക്കാൻ ടീച്ചർ ശ്രമിച്ചു, അത് തിരിച്ചടിച്ചു. അതിനെ അതിജീവിക്കാൻ ഗംഗാധരൻ സ്വന്തം മാർഗം കണ്ടെത്തി. ഫാദറെ, പ്ലീസ്, പറ്റുമെങ്കിൽ ഒന്ന് സംസാരിക്കേ. പ്രകാശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടപ്പായി എൻ്റെ എതിർപക്ഷത്താണ്. ഞാൻ സംസാരിക്കാം, എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നു മാത്രം. ഗംഗാരേട്ടാ, എവിടെയോ പോയിരുന്നുവെന്ന് ബേബി ടീച്ചർ പറഞ്ഞു. എവിടെയാ പോയത്? അതിനും അവൾ പ്രചാരം കൊടുത്തു അല്ലേ? എന്നെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതിൻ്റെ ബാക്കിയായിരിക്കും അല്ലേ? ഒന്നും ടീച്ചറുടെ മനസ്സിലിരിക്കത്തില്ല, അതാ കുഴപ്പം. ഓ, അതിന് മാറത്തൊന്നുമില്ല. കുട്ടപ്പായി, നീ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന കലാപരിപാടി ഇപ്പോഴും തുടരുന്നുണ്ടോ? കുട്ടപ്പായി പറഞ്ഞതിൽ കാര്യമുണ്ട് പ്രകാശേ. ബേബിയുടെ ഇത്തരം നാക്കിന് എല്ലില്ലാത്ത വർത്തമാനം കാരണം ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മിക്കതും ഞാൻ ഇടപെട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്, അല്ലേ ഗംഗാരേട്ടാ? പ്രകാശേട്ടന് പഴയ കഥയൊന്നും അറിഞ്ഞൂടാ. നീ പറയുന്ന തരം കഥകൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഗംഗാരേട്ടൻ ഇപ്പോൾ തുടരുന്ന ഈ രീതി ഒന്ന് മാറ്റണം. ഞാൻ സമനില തെറ്റി നടക്കുകയാണെന്ന് ബേബി പറഞ്ഞു കാണും. ജംഗ്ഷനിൽ ചെന്നപ്പോൾ പലചരക്ക് കടക്കാരൻ ഹൈദ്രോസും ചോദിച്ചു, എന്തോ ചില മാറ്റങ്ങളുണ്ടല്ലോ എന്ന്. അങ്ങനങ്ങ് പറയുന്നില്ല ടീച്ചർ, എന്നാലും ചില്ലറ മാറ്റങ്ങൾ കാണുന്നതായി പ്രസ്താവിച്ചിട്ടുണ്ട്. മതി നിന്റെ പ്രസ്താവന. നീ പോയി സൊസൈറ്റിയിലെ കണക്ക് പുസ്തകം വാങ്ങിയോ? ഇപ്പോൾ തന്നെ വേണം. ഈ രംഗത്തു നിന്നും എന്നെ ഒഴിവാക്കാനുള്ള പ്രകാശേട്ടൻ്റെ തന്ത്രം. സാരമില്ല, മികച്ച കഥാപാത്രങ്ങൾ അധികനേരം അരങ്ങത്ത് നിൽക്കണമെന്നില്ല. നിന്നെ പറഞ്ഞു വിട്ടാലും നീ സ്വയം പോയാലും വസ്തുത നിലനിൽക്കും കുട്ടപ്പായി. എൻ്റെ ഗംഗാരേട്ടാ, ഇത്രയും മികച്ച സംഭാഷണങ്ങൾ ഇത്ര കാലവും എവിടെ ഒളിപ്പിച്ചു വച്ചിരുന്നു? മരമണ്ടൻ കാളിദാസനായി എന്നാണല്ലോ കഥ. അതെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? എനിക്കത്ര വലിയ മാറ്റമൊന്നും വന്നില്ലല്ലോ. ഹായ്, എന്താണ് സുഹൃത്തുക്കളെ ഇവിടെ ഗൗരവം തളം കെട്ടി നിൽക്കുന്നത്? മിസ്റ്റർ പ്രകാശ് പൊതുവെ ഗൗരവക്കാരനാണ്. പക്ഷേ ഗംഗാരേട്ടൻ സാധാരണ ഇങ്ങനെ ബലം പിടിക്കാറില്ലല്ലോ. നീ എവിടുന്ന് പൊട്ടി വീണു? നീ ടൗണിലെ വായനശാലയിൽ പോയതല്ലേ? പോയ വേഗത്തിൽ തിരികെ വന്നല്ലോ. കൊണ്ടുപോയ പുസ്തകം കൊടുത്ത് പുതിയതെടുക്കാതെ പോന്നു. ശരിയല്ലേ അനുകുഞ്ഞെ? ഗംഗാരേട്ടാ, എന്ത് ഷാർപ്പ്! സത്യം, അതാണ് സംഭവിച്ചത്. ഈയിടെ ഗംഗാരേട്ടൻ ചില ഫിലോസഫീസ് പറയുന്നു എന്ന് കേട്ടത് ശരിയാണോ? അനു, നിനക്കെന്താ വേണ്ടത്? അന്തവും കുന്തവും ഇല്ലാത്ത വർത്തമാനം. എല്ലാവരും പറയുന്ന ഫിലോസഫിയെ ഗംഗാരേട്ടനും പറയുന്നുള്ളൂ. അനു പറഞ്ഞത് ശരിയാ. എന്നെപ്പോലുള്ളവർ തിരിച്ചറിവോടെ പെരുമാറിയാൽ അസ്വാഭാവികം എന്ന് പറയും. കണ്ണിൽ കണ്ടത് പറഞ്ഞാൽ ഫിലോസഫി എന്നും പറയും. അനുമോളെ, കാണാം. ഞാൻ ഇറങ്ങട്ടെ. പ്രകാശേട്ടാ, ഗംഗാരേട്ടൻ എന്തൊരു മാറ്റമാ! മനുഷ്യരിങ്ങനെ മാറുമോ? ദേ കൗണ്ടർ. നീ എന്താ കൗണ്ടർ ആദ്യമായി കാണുകയാണോ? வணக்கம் சார். வணக்கம் அம்மா. கங்காதரன் ரொம்ப சீரியஸாக போகுது பார்த்தேனே. எங்கே போகிறாய் என்று கேட்டேளா? என்கிட்ட கையை சூண்டி காட்டினார், அவ்வளவுதான். ഞാനും തമാശയൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ പുള്ളി ഭയങ്കര സീരിയസാ. ഗംഗാരേട്ടനിൽ വലിയ മാറ്റം. ഒരു തരത്തിൽ നോക്കിയാൽ നല്ലതാണ്. ആളുടെ മട്ടും ഭാവവും മാറി.
നമുക്ക് പഴയ ഗംഗാരേട്ടനെ നഷ്ടമായി. நானும் கேள்விப்பட்டேன். பேபி டீச்சர் புகாருக்கு பின் புகார் சொல்லிக்கிட்டே இருந்தார். வீட்டிலேயும் ரொம்ப சீரியஸாக இருக்கார் என்று சொன்னார். ബേബി ചേച്ചിയുടെ ഈ പറച്ചിലാണ് ദോഷം. ഈ വാർഡിലെ സകല വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞു. ഗംഗാരേട്ടന് വാശിയായി. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഗംഗാരേട്ടൻ്റെ ഈ മാറ്റത്തെ അംഗീകരിക്കുന്നു. ഇതാണ് ഗംഗാരേട്ടൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതായി പുള്ളിയെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. എന്തു പറയുന്നു? அதுதான் ஒரே வழி. வலிமையான மனிதர்களை திருத்தக்கூடாது. அவங்கள அவங்க பாட்டுக்கு விட வேண்டும். വീട്ടിലും സീരിയസ് ആണ് എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അത് നന്നാണോ? ബേബി ചേച്ചിയും ഈ മാറ്റത്തെ നോർമലായി കാണണം. വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ഗംഗാരേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. கங்காதரன் அவனுக்கு விரும்பியது போல வாழட்டும். அவனுக்கு தற்போதைய வாழ்க்கை தொலைந்து போகாமல் பார்த்து கொள்ளட்டும். ഞാൻ ബേബി ചേച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അത് വളരെ അത്യാവശ്യമാണ്. പരസ്പരം തുറന്ന് സംസാരിക്കട്ടെ രണ്ടാളും. இந்த விஷயத்தில் மொத்தமாக 4 நாள். அதுக்குள்ளே அவங்க பழைய மாதிரி ஆவாங்க. அதுவும் നമുക്ക് பார்க்கலாம். കൗണ്ടറേ, പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ സമയം കൊടുക്കാം. ഒരാൾ തന്റെ അധ്വാനം കൊണ്ട് വളരുമെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വല്ലാത്തൊരു ദിവസം. ആകപ്പാടെ ഒരു ഉന്മേഷവുമില്ലാത്തൊരു പകൽ. சார், எல்லாம் சரியாகிவிடும். நம்ம காத்திருப்போம். ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, M ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.